കണ്ണൂർ കീഴ്പള്ളി ചതുരൂരിൽ വളർത്തുനായയെ വന്യജീവി ആക്രമിച്ചത് കടുവയാണെന്നാണ് സംശയം. ചതുരൂരിലെ ബിനോയയുടെ വളർത്തുനായയാണ് വന്യജീവി ആക്രമിച്ചത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ കല്യാട്, എപ്പോഴായിരുന്നു ആക്രമണം? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വന്യജീവി ഇവരുടെ വളർത്തുനായിയെ ആക്രമിച്ചത്. പുലർച്ചയിൽ ആണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാത്രി തന്നെ ചില കരച്ചിലുകളും അത്തരത്തിലുള്ള ചില ബഹളവും ഒക്കെ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കടുവയാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വനം വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ രീതിയിലുള്ള പരിശോധന നടത്തിയാൽ മാത്രമാണ് അത് കടുവയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഒരു വന്യജീവിയാണ് ഈ പറയുന്ന വളർത്തുനായിയെ, ബിനോയിയുടെ വീട്ടിലുള്ള വളർത്തുനായിയെ ആക്രമിച്ചത് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് കടുവയാണെന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ കടുവയുടേതാണ് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംശയം ജനിപ്പിക്കുന്ന ചില തെളിവുകൾ വനം വകുപ്പിന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാൽപ്പാടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും കടുവയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുക. പ്രദേശവാസികൾ എന്തായാലും വലിയ ആശങ്കയിലാണ്. കാരണം ഈ മേഖല വനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്. ചതുരൂർ അതുപോലെ തന്നെ നീലായിൽ തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ഒരു വനത്തോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ഇതിനു മുമ്പും അത്തരത്തിൽ കടുവയുടെയും വന്യജീവികളുടെയും ഒക്കെ ആക്രമണങ്ങളും അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ഒക്കെ പതിവായിരുന്നു. അപ്പോൾ കടുവ ആണ് എന്നുള്ള സംശയം പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ വനം വകുപ്പ് ഇപ്പോഴും അത് സ്ഥിരീകരിച്ചിട്ടില്ല. സുജിയ. ഓക്കേ.